അതിനിടയിൽ മലപ്പുറത്ത് LDF സ്ഥാനാർത്ഥി ഫൈസലിന്റെ വിജയം അങ്ങ് ഉറപ്പിച്ചു. LDFും CPM-ഉം അതങ്ങ് ഉറപ്പിച്ചു. ഇവിടെ ജനകോടികൾ കാക്കുന്നു നിങ്ങളിൽ സമരപുളകങ്ങളും സിന്ദൂരമാലകൾ. ഇവിടെ ജനകോടികൾ കാക്കുന്നു നിങ്ങളിൽ സമരപുളകങ്ങളും സിന്ദൂരമാലകൾ. പഴയ പാട്ടായതുകൊണ്ടാണ് സിന്ദൂരമാലകളൊക്കെ കടന്നു വരുന്നത്. ഇപ്പോൾ കക്ഷിഭേദമില്ലാതെ കദർഷാളാണല്ലോ ഫാഷൻ. അതുപോട്ടെ, വിജയമുറപ്പിച്ചത് എങ്ങനെ എന്നറിയണ്ടേ? അത് അക്കങ്ങളെ കൊണ്ടുള്ള ഒരു കളിയാണ്. കൃത്യമായി പറഞ്ഞാൽ സ്ഥാനാർത്ഥികളുടെ വയസ്സുകൾ കൊണ്ടുള്ള ഒരു കളി. ഒരു ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ സ്ഥാനാർത്ഥി ശക്തി പോലെ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് പ്രായം കുറഞ്ഞു പോയിരുന്നത്. ഒരു 36 വയസ്സുകാരൻ എങ്ങനെയാണ് 66 വയസ്സുകാരനായിട്ട് മത്സരിക്കുക? ചോദ്യം. 66 വയസ്സുകാരനായിട്ട് മത്സരിക്കുമ്പോൾ 76 വയസ്സുകാരനെങ്കിലും വരട്ടെ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ 36 വയസ്സുകാരൻ മതി ഈ തെരഞ്ഞെടുപ്പിലാണ് ഒരു യുവാവിനെ സ്ഥാനാർത്ഥിയാകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറായത്. അതിനു തയ്യാറായതിനു പിന്നിൽ വേറൊരു കഥയുണ്ട്, പഴയൊരു വിജയകഥ. ഒറ്റപ്പാലം പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പ് 1993. അന്ന് KK ബാലകൃഷ്ണനായിരുന്നു UDFിന്റെ സ്ഥാനാർത്ഥി. നമ്മുടെ സ്ഥാനാർത്ഥി ഒറ്റപ്പാലം NSS കോളേജിൽ നിന്ന് MA കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു വിദ്യാർത്ഥി ശിവരാമൻ സ്ഥാനാർത്ഥിയായിരുന്നു. പലരും നമ്മളോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ ശിവരാമൻ? തോക്കാൻ നിങ്ങൾ തീരുമാനിച്ചോ? ഞങ്ങളൊക്കെ അവിടെ പോയപ്പോൾ ഞങ്ങളോട് ചോദിച്ചു. പക്ഷേ വോട്ടെണ്ണി നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? 1,32,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശിവരാമൻ ആ ശിവരാമൻ പിന്നെ കോൺഗ്രസിൽ പോയെങ്കിലും ഒരിടവേള കഴിഞ്ഞപ്പോൾ തിരിച്ചെത്തി കേട്ടോ. അബ്ദുള്ളക്കുട്ടി ചെയ്തതുപോലെ കോൺഗ്രസിൽ അങ്ങ് സ്ഥിരതാമസമാക്കിയിട്ടില്ല. ഇക്കഴിഞ്ഞ പട്ടാമ്പി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ CP മുഹമ്മദ് എപ്പോഴും അസംബ്ലിയിൽ പറയാറുണ്ട്, എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ആ CP മുഹമ്മദിനെ തോൽപ്പിച്ചില്ലേ നമ്മുടെ മുഹസിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി? ഇത് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയല്ലേ പട്ടാമ്പി UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത്? എന്തിനേറെ പറയുന്നു, സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചിട്ടില്ലേ KT ജലീലിന്റെ ചെറുപ്പകാലത്ത്? അതുകൊണ്ട് നമ്മളൊന്ന് ഒത്തുപിടിച്ചാൽ ഇത്തവണ സജീവമായി പ്രവർത്തിക്കുക. അതാണ് LDFിന്റെ തന്ത്രം. എന്നാൽ UDF നേരെ തിരിച്ചാണ്. പത്തായപ്പുരകളിലും രാജ്ഭവനിലുമൊക്കെ പെൻഷൻ പറ്റിയിരിക്കുന്ന പഴയ പടക്കുതിരകളെ മുഴുവൻ തിരിച്ചു വിളിക്കുകയാണ്. ഈ ഘടകകക്ഷി നേതാക്കന്മാരെയൊക്കെ ഞാൻ കണ്ടിട്ട് കുറെ കാലമായി. കണ്ടപ്പോ അവർക്ക് എന്നെ അറിയാം, എനിക്ക് അവരെ അറിയാം. ശങ്കരനാരായൺജി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ വന്നു നിന്നാൽ കണ്ടാലറിയാവുന്ന ഒരു കോൺഗ്രസുകാരൻ എന്ന നിലയ്ക്ക് KPCC പ്രസിഡന്റ് ആവാൻ യോഗ്യതയുണ്ട്. ആ കസേരയിൽ ഇപ്പോൾ കതറിയിട്ട് ആരെ കിട്ടിയാലും മതി. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടണം എന്ന്. ബഹുമാനപ്പെട്ട തങ്ങളെ, ഞാൻ അങ്ങയോടൊരു കാര്യം പറയാം. നരേന്ദ്രമോദി ഇവിടെ വന്ന് മത്സരിച്ചാലും കുഞ്ഞാലിക്കുട്ടി ജയിച്ചാലും വേറെന്താ ഉണ്ട്? പറഞ്ഞു പറഞ്ഞ് മോദി മൂപ്പരെ ഇങ്ങോട്ട് വരുത്തരുതേ. പുള്ളി ഈ വഴിക്ക് വരുന്ന എനിക്ക് തോന്നില്ല കേട്ടോ. വേറെ എവിടെയെങ്കിലും കിടന്ന് തിരിയാന്നല്ലാണ്ട് ഇങ്ങോട്ട് വന്നിട്ട് വലിയ പ്രയോജനമില്ല. പക്ഷേ പുള്ളി UP പിടിക്കുമെന്ന് പറഞ്ഞു, പിടിച്ചു. അതൊന്നും ആരും മറക്കണ്ട. ഇപ്പൊ UP പറഞ്ഞു ഒരു യോഗി അങ്ങയുടെ ഒരു അമ്പലത്തിലെ പൂജാരിയാണ്. നമ്മൾ അതാ മനസ്സിലാക്കണ്ട. അല്ലാതെ അത് പറഞ്ഞു ഒരു അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരാളാണ്. പൂജ ചെയ്യുന്ന ആളെ എന്ത് പറഞ്ഞാലും വലിയ അപകടമൊന്നുമില്ല.
ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മളെ മോദി സാഹിബിനില്ല. 300 ചില്ലാനും സീറ്റ് കിട്ടിയിട്ട് അതിന്ന് ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റാതെ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കണമെങ്കിൽ ഈ ലോകത്ത് ഈ മോദി സാഹിബിനല്ലാതെ ഏതെങ്കിലും ഒരു സാഹിബിന് പറ്റുമോ? ഏതെങ്കിലും ഒരു സാഹിബിനുണ്ടോ? ഏതെങ്കിലും ഒരു രാജ്യത്ത് പറ്റുമോ? അത് മുഖ്യമന്ത്രി മാത്രം പോലെ ഡെപ്യൂട്ടി മന്ത്രിമാരും തെരഞ്ഞെടുക്കപ്പെട്ടവർ വേണ്ടെന്ന. ഐ ഡോണ്ട് ബിലീവ് ഇൻ ഡെമോക്രസി എന്നാ പറയണത്. UP പോലുള്ള സംസ്ഥാനത്ത് ഇത്ര സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിച്ചിട്ട് 10-22% മുസ്ലിംസുള്ള UPയിൽ ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താത്ത ഈ യോഗ്യൻ ഈ ഭാരതത്തിൽ പ്രധാനമന്ത്രിയായിരിക്കാൻ യോഗ്യത ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അവിടെ എന്റെ ചോദ്യം. ഇതിന് മറുപടി കൊടുക്കാൻ പൊളിമിക്സ് തയ്യാറല്ല. അതിന് വേറെ ടീം വരുന്നുണ്ട്. ഉച്ചത്തിൽ വിളിക്കണം. ഈ പാർലമെന്റ് കൺവെൻഷന്റെ കൈ ഉയർത്തി വിളിക്കുക എല്ലാവരും. ബലോ ഭാരത് മാതാ കി, ബലോ ഭാരത് മാതാ കി, ബലോ ഭാരത് മാതാ കി, ജയ് ജയ് NDA. കൈ ഉയർത്തിയിട്ട് മുദ്രാവാക്യം വിളിക്കണം. മുദ്രാവാക്യം ഈ ശൈലിയുണ്ട്. ജയ് ജയ് NDA, ജയ് ജയ് ഭാരത് മാതാ, ബലോ ഭാരത് മാതാ കി. മോദിജി വന്നാലും ഇല്ലെങ്കിലും അന്യസംസ്ഥാന നേതാക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. நாடு முழுவதும் இன்னைக்கு NDA அலை, மோடி அலை. இந்த மல்லபுரம் பார்லிமெண்ட்ல யாரு ஜெயிச்சா நம்ம மல்லபுரத்துக்கும் கேரளத்துக்கும் நல்லது என்று எண்ணி நாம இப்போ ஓட்டு போறோம். മലപ്പുറത്ത് നിന്ന് ആരു ജയിച്ചാലാണ് മലപ്പുറത്തിനും കേരളത്തിനും നന്നാവുക എന്ന കാര്യം ആലോചിച്ച് വോട്ട് ചെയ്യണമെന്നാണ് ഉപദേശം. ആരാണ് ഈ ഉപദേശി എന്നല്ലേ? H. രാജ, BJPയുടെ ദേശീയ സെക്രട്ടറി. ஏன்னா இங்க இருக்கிற முஸ்லீம் லீக் வேட்பாளர் குஞ்சாலி குட்டி ஒரு ஆளு போறதுனால முஸ்லீம் லீக்குக்கு ஒரு MP கூடும், அவ்வளவுதான். பார்லிமெண்ட்ல ஏதாவது பண்ண முடியுமா? மோடிஜியை பார்த்து கன்னத்துல போட்டுக்கலாம் எட்டி நின்னு. இல்ல அங்க சப்சிடியில கிடைக்கிற ஐஸ்கிரீம் வாங்கி சாப்பிடலாம். வேற என்ன பிரயோஜனம் இருக்கு இங்க இருந்து കുഞ്ഞാലിക്കുട്ടി പോയി? കുഞ്ഞാലിക്കുട്ടി പാർലമെന്റിൽ പോയിട്ട് ഒരു കാര്യവുമില്ലത്രേ. ഒന്നുകിൽ മോദിജിയെ കണ്ട് സ്വന്തം കവിളത്തടിച്ചുകൊണ്ട് അന്തം വിട്ടു നിൽക്കാം, അല്ലെങ്കിൽ പിന്നെ പാർലമെന്റ് ക്യാൻറ്റീനിൽ നിന്ന് സബ്സിഡി നിരക്കിൽ ഐസ്ക്രീം വാങ്ങി തിന്നാം. അതല്ലാതെ ഒരു കാര്യവുമില്ല എന്ന്. ஆனா இங்க இருந்து NDA பிரதிநிதி போனால் ஒரு சான்ஸ் இருக்குல்ல, கேரளத்துக்கு ஒரு சென்ட்ரல் கேந்திர மந்திரி கிடைக்குமா இல்லையா? நம்ம யோசிச்சு பார்ப்போம். அது பிரதான் மந்திரியோட ப்ரீராகேட்டிவ். ஐ cannot tell. In spite of it, there is 50-50 chance of having a central minister is there for Kerala if Advocate Prakash is elected as our member of parliament. എന്നാലും അത് വല്ലാത്തൊരു സാധ്യതയായിപ്പോയി. അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് കേന്ദ്രമന്ത്രി, അതും മലപ്പുറത്ത് നിന്ന് ജയിച്ചു പോയിട്ട്. அதனால முதல் மல்லபுரம்னு சொன்னா அங்க மதவாதம், ஜாதிவாதம் அப்படிங்கறத நாம முதல்ல தகர்த்தெறியணும். மலப்புரம் மதவாதத்துக்கான பகுதி இல்ல, இது ஜாதிவாதம் கிடையாது. இங்க மலப்புரம் விகசனத்துக்காக, முன்னேற்றத்திற்காக ஒரு மாற்றத்தை கொண்டு வர்றதுக்கு நாம. അത് കറക്റ്റ്. ഇനി BJP ജയിച്ചിട്ട് വേണം മലപ്പുറത്ത് വർഗീയതയും ജാതീയതയും ഇല്ലാതാക്കാൻ. ഹര ഹരോ ഹര. ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഒരിടവേളയാണ്. നിയമസഭ ചേരാത്തതുകൊണ്ട്